ഇടുക്കി ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. ആഗസ്റ്റ് 14 വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ പ്രകാരം 7,50,50,779 രൂപയുടെ തട്ടിപ്പാണ് ഈ വർഷം ഇടുക്കിയിൽ നടന്നിട്ടുള്ളത്. തൊടുപുഴ സ്വദേശിയിൽ നിന്നും 1.25 ലക്ഷം രൂപ തട്ടിയതാണ് ഏറ്റവും അവസാനത്തെ കേസ്. തൊടുപുഴ സ്വദേശിയായ യുവാവിനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രതികൾ ഓൺലൈൻ ട്രേഡിംഗ് മുഖേന കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്യുകയും ഓഹരി ബിസിനസ്സുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് നടന്ന ഇടപാടുകളിൽ ചെറിയ ലാഭം നൽകി വിശ്വാസം നേടി. ഇതിനുശേഷമാണ് വലിയ തുക നിക്ഷേപിക്കാൻ പ്രതികൾ പ്രേരിപ്പിച്ചത്. ഇത്തരത്തിൽ 1.23 കോടി രൂപയാണ് യുവാവിന് നഷ്ടപ്പെട്ടത്. ഈ വർഷം ഇതുവരെ 7.5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇടുക്കി ജില്ലയിൽ നടന്നത്. നവമാധ്യമങ്ങളിൽ വരുന്ന മെസ്സേജുകളിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകുന്നു. സൈബർ തട്ടിപ്പുകളെ പറ്റിയുള്ള കൃത്യമായ അവബോധം നമ്മൾക്കുണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയകളിലും മറ്റും വഴി വരുന്ന ഇതുപോലുള്ള ആപ്പുകൾ, പരസ്യങ്ങൾ സെബി രജിസ്റ്റേർഡ്, അതുപോലെ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞു വരുന്ന സ്ഥാപനങ്ങളും ബ്രോക്കർമാരും ഒക്കെ മറ്റ് ഏജൻസും അവരുടെയൊക്കെ വിശ്വാസ്യതയും മറ്റുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലോ അതുമല്ലെങ്കിൽ NCRPയുടെ നമ്പറായ 1930 അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ജില്ലയിൽ ഈ വർഷം 63 ഓൺലൈൻ തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു. ജനം, ഇടുക്കി.